ഏഴിന്റെ പണി എന്ന ടാഗ്ലൈനോടെയായിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ തുടങ്ങിയത്. അതുകൊണ്ടുതന്നെ പല അപ്രതീക്ഷിത പണികളും മത്സരാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നു. ഏറ്റവും ഒടുവിലായി അപ്പാനി ശരത് പുറത്തായതും അത്തരമൊരു പണിയുടെ ഭാഗമായിട്ടാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. മാന്യമായ ഭാഷ ഉപയോഗിച്ചില്ലെങ്കിൽ ഹൌസിൽ തുടരാൻ സാധിക്കില്ലെന്ന സന്ദേശമായിരുന്നു ഇതിലൂടെ ബിഗ് ബോസ് നൽകിയത്. എന്തായാലും അപ്പാനിയുടെ പുറത്താകലോടുകൂടി ഹൌസിലെ ഗെയിമുകളിൽ പല മാറ്റവും വന്നിട്ടുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അക്ബറിന് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിത്തിടങ്ങിയിരിക്കുകയാണെന്നും നിലവിൽ അക്ബറിനെ വെച്ച് ബിഗ് ബോസ് പുതിയ തന്ത്രം പയറ്റുകയാണെന്നുമാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു കുറിപ്പ് ഇങ്ങനെ: ബിഗ് ബോസിന്റെ പുതിയ തന്ത്രം. അപ്പാനി ശരത്തിന്റെ എവിക്ഷൻ എല്ലാവരും നോക്കിക്കണ്ടത് ഒരേ രീതിയിലായിരുന്നു. അതിനുശേഷം വരാൻ പോകുന്ന രണ്ട് പ്രധാന മാറ്റങ്ങൾ പ്രെഡിക്റ്റബിളായിരുന്നു. 1. അക്ബറിന് കൂടുതൽ സ്ക്രീൻ സ്പേസ്. 2. അനുമോളുടെ മെയിൻ PR ഔട്ടാകുന്നതിലൂടെ അനുമോൾ സ്ക്രീൻ സ്പേസ് കുറയും. അത് തന്നെ സംഭവിച്ചു. ഒരിക്കലും അപ്പാനി ഔട്ടായത് വോട്ടില്ലാതെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നൂദില ചെരുപ്പ് കമ്പനി എന്ന ടാസ്ക് വഴി പ്രധാന റോൾ കൊടുത്തു അക്ബറിനെ ബൂസ്റ്റ് ചെയ്യാനാണ് ബിബി ഇപ്പോൾ ശ്രമിക്കുന്നത്. ഹൌസിലെ മറ്റു പ്രധാന കോണ്ടസ്റ്റന്റ്സിനെയെല്ലാം ഒരു സർക്കസ് കമ്പനിയിലെ ആനിമൽസ് ആൻഡ് റിംഗ് മാസ്റ്ററാക്കി ഒതുക്കിക്കളഞ്ഞു. നൂദില കമ്പനി ബോറഡിയും സർക്കസ് കമ്പനി എന്റർടൈനിങ്ങുമായിരുന്നു. പക്ഷേ നൂദില കമ്പനിയിലെ മെമ്പേഴ്സെല്ലാം സൈഡ് റോൾ ചെയ്യുന്നവർ മാത്രമാണ്. ഒനീൽ, അഭിലാഷ്, ബിനി, അങ്ങനെ. അപ്പോൾ അക്ബറിന് തിളങ്ങാനുള്ള സ്പേസ് കൂടും. ഇത് ബിബിയുടെ ഭാഗത്തുനിന്ന് അക്ബറിന് കൊടുക്കുന്ന പ്രത്യക്ഷത്തിലുള്ള സപ്പോർട്ടാണ്. പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ നൂറയുടെ പവർ കളയാനാണ് ഇങ്ങനെയൊരു ടാസ്ക് എന്ന തെറ്റിദ്ധാരണയും ബിബി ഉണ്ടാക്കി. ഓരോ ഘട്ടത്തിൽ പ്രേക്ഷകരല്ല, ബിബിയാണ് ഓരോരുത്തരെ വളർത്തിക്കൊണ്ടുവരുന്നത്. ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ലെങ്കിൽ കൂടി ബിബിക്കൊരു പ്ലാനിംഗ് ഉണ്ട്. ആരെ തളർത്തണം, ആരെ വളർത്തണം. ആൻഡ് ദിസ് ടാസ്ക് ഈസ് നോട്ട് ഫോർ ഓൾ, എവറിത്തിങ് ഈസ് പ്രീ പ്ലാൻഡ്, പോസ്റ്റിൽ പറഞ്ഞു. അക്ബറിനെ ഈ സീസണിലെ രാജാവാക്കാൻ ബിഗ് ബോസ് പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു മറ്റൊരാളുടെ ആക്ഷേപം. വീക്കെൻഡ് എപ്പിസോഡിൽ മറ്റുള്ളവരെക്കാൾ അധികം പരിഗണന കൊടുത്തുകൊണ്ടാണ് തുടക്കം. പിന്നെ ഇപ്പോൾ വീക്ക്ലി ടാസ്ക് വന്നപ്പോൾ പകുതി പേർക്ക് മാത്രമായി മെയിൻ ടാസ്ക് മാറ്റിയപ്പോൾ അതിൽ പ്രധാന റോൾ അക്ബറിന് തന്നെ നൽകി. കണ്ടന്റ് ഉണ്ടാക്കാൻ മിടുക്കരായ അനീഷ്, അനു, ആര്യൻ എന്നിവരെയൊക്കെ ഒഴിവാക്കി പകരം താരതമ്യേന ദുർബലരെ ചെരുപ്പ് ഫാക്ടറിയിലേക്ക് അയച്ചു. സർക്കസ് ടാസ്കിൽ പങ്കെടുക്കാൻ വിധിക്കപ്പെട്ടവർ സത്യത്തിൽ ബിഗ് ബോസിന്റെ ഈ ആഴ്ചയിലെ ഇരകളായി മാറുകയാണ്. നെഗറ്റീവ് ഇമേജുള്ള അക്ബറിനെ കോണ്ടന്റ് ഉണ്ടാക്കാൻ ഏറ്റവും സാധ്യതയുള്ള റോൾ നൽകി ഒന്ന് വെളുപ്പിച്ചുകൊണ്ടുവരാൻ ബോസ് തന്നെ അവസരം നൽകി. എന്നിട്ടും അക്ബർ തന്റെ ഓവർ അഗ്രഷൻ കാരണം നല്ല എന്റർടൈനിംഗ് ആകേണ്ട ടാസ്ക് കുളമാക്കി.